ഒരു കസ്റ്റമർ വരുന്ന ഓൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? ബെനിഫിറ്റ് എന്ന് പറഞ്ഞാല് ഫസ്റ്റ് ചാപ്പാക്കുരിശ് ഫിലിം ഒക്കെ എടുക്കുന്ന ഒരു ക്യാമറയാണിത്. എത്ര റേറ്റ് വരുന്നത് നമുക്ക്? ഇത് നമുക്കൊരു 6000 രൂപ ആ റേഞ്ചിൽ കൊടുക്കാം. ഇത് നമുക്ക് റീൽസ് വെർട്ടിക്കൽ ആയിട്ട് റൊട്ടേഷൻ ചെയ്യാം. 9.16 ചെയ്യാൻ പറ്റും. 4-1 പ്രൈസ് തന്നെ പറയാം. ഇതാണ് ഇപ്പൊ കളിക്കണ ഒരു മോഡല്. 22 മാസം വാറണ്ടി റിമൈനിങ്. ധൈര്യമായിട്ട് എടുക്കാം. ഇതിന്റെ പിക്ചർ ഒക്കെ പറഞ്ഞാല് ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ നമ്മള് ഒഴിവാക്കൂല. അത്രയും പക്ക പിക്ചറാണ് നമ്മൾ റീപ്ലേസ് ചെയ്യും. അതാണ് നമ്മള് വാറണ്ടി. ഡിയർ ഫ്രണ്ട്സ്, നമ്മളൊന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതുവരെ നമ്മൾ ചെയ്യാത്തൊരു പുതിയൊരു കണ്ടന്റ് ആണ്. നമ്മള് ഫ്രണ്ട് ഒരു പുതിയൊരു സംരംഭം തുടങ്ങിയതാണ്. സംരംഭം തുടങ്ങിയിട്ട് കുറെ കാലമായി ആൾ ഈ ഒരു ഫീൽഡിലൊക്കെ ഉള്ളതാണ്. പക്ഷെ എന്നെ വിളിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായിരിക്കണം. പക്ഷെ എനിക്ക് ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഇന്ന് ഏതായാലും ഇപ്പം കയ്യോടെ പൊക്കി ഇവിടെ വന്നതാണ്. അപ്പൊ നമുക്ക് നല്ലൊരു അടിപൊളി ഓഫർ തന്നെയാണ്. സോ ഇതൊരു വ്യത്യസ്തമായ കണ്ടന്റ് ആണ്. നമ്മളെ സംബന്ധിച്ച് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കണ്ടന്റ് എന്നുള്ള പ്രത്യേകതയാണ്. അപ്പൊ നമുക്ക് ഇതിൽ ഏറ്റവും ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാല് ഫോട്ടോ. നമ്മളെല്ലാവരും ട്രിപ്പ് പോകുന്നവരാണ്. എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമാണ് നല്ല അടിപൊളി ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കുക എന്നുള്ളത്. അപ്പൊ ഒരു ക്യാമറ നമ്മളെല്ലാവരും ഒരു സ്വപ്നമാണ്. നമ്മളൊരു മൂമെന്റ്സ് നമുക്ക് ഒന്നും സ്റ്റോർ ചെയ്യുക എന്നുള്ളത് ഒരു ആഗ്രഹമാണ്. അപ്പൊ അത് നമ്മൾ വളരെ ഒരു 7000 രൂപ ഒരു 10000 രൂപന്റെ ബഡ്ജറ്റിൽ നല്ല അടിപൊളി ക്യാമറ നിങ്ങൾക്ക് കിട്ടിയ അങ്ങനെ ഉണ്ടാവും. പക്ഷേ ഈ ക്യാമറ ഒരു പ്രത്യേകത, ഒരു ഫ്രഷ് ക്യാമറ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു എമൗണ്ട് ഇതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ അതിൽ 4-1 ഒരു 5-1 എമൗണ്ട് ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. എന്നാൽ നമുക്ക് നല്ലൊരു എമൗണ്ട് സേവ് ചെയ്യാം. എന്നാൽ നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് എന്നും നമുക്ക് സൂക്ഷിച്ച് കൊണ്ടെടുക്കാനും പറ്റും. അപ്പൊ ആ ഒരു ക്യാമറ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പുതിയത് എടുക്കുന്നതിനേക്കാൾ ആ പുതിയതിന്റെ ക്വാളിറ്റിയിലും വാറണ്ടിയിലും ഒക്കെ നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിൽ നമ്മളെ ചങ്ങായിയായ അതുൽ ഇവിടെ കൊടുക്കുന്നുണ്ട്. നമ്മളെ മുക്കത്ത് മാത്രമൊന്നുമല്ല, വേറെ സ്ഥലത്തൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നേരെ അതുലിനോട് തന്നെ ചോദിച്ചറിയാം. അപ്പൊ അതില് കുറെ കാലമായില്ലേ നിങ്ങൾ ഇങ്ങനെ വിളിക്കണം, പക്ഷെ നമുക്ക് വരാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതില് നമുക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാമറ അല്ലെ, സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് ഡി ക്യാം ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങള് കറക്റ്റ് നമ്മളെ മുക്കം അഭിലാഷ് തിയേറ്ററിന്റെ അടുത്ത് നെഫ്ന കോംപ്ലക്സിൽ ഫസ്റ്റ് ഫ്ലോർ. ഓക്കെ, വേറെ ഒന്നുകൂടി ഉണ്ടല്ലോ അല്ലെ? ഉണ്ട്, അത് കൊല്ലത്താണുള്ളത്. ഓക്കെ, കൊല്ലത്ത് എത്തിയിട്ട് വിളിച്ചാൽ മതി. ലൊക്കേഷനും കാര്യങ്ങളും നമ്മൾ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. യെസ്, നമ്മൾ ഈ ഒരു മെയിൻ ആയിട്ട് നമ്മൾ യൂസർ ക്യാമറ ആണല്ലോ. അതെ, യെസ്. ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് ഒരു പുതിയ ക്യാമറ എടുക്കുന്നതിനേക്കാൾ നല്ലത് യൂസർ ക്യാമറ എന്നുള്ളൊരു സാധനമാണ് നിങ്ങൾ നമ്മളോട് പറഞ്ഞ കൺസെപ്റ്റ്. അതാണ് നിങ്ങൾ തുടങ്ങേണ്ട ഒരു കാരണം. അതുകൊണ്ട് എന്താണ് നമുക്കൊരു കസ്റ്റമർ വരുന്ന ഓൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? ബെനിഫിറ്റ് എന്ന് പറഞ്ഞാല് ഫസ്റ്റ് ഒരു ആള് ഒരു പുതിയ ക്യാമറ എടുക്കാൻ നേരത്ത് അതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞപ്പോ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു 40000 രൂപ ബഡ്ജറ്റുള്ള ഒരു സാധനം, സെയിം കണ്ടീഷൻ സെയിം വാറണ്ടി, ഒരു 2-3 മന്ത് ഓൾഡ് ആയ സാധനം വരെ നമുക്ക് ഹാഫ് പ്രൈസിന് കൊടുക്കാൻ പറ്റും. നേർപകുതി കമ്പനി വാറണ്ടി ഉണ്ടാവും, കമ്പനി ക്വാളിറ്റി സംഭവം. അപ്പോ അവര് പുതിയത് വാങ്ങിയ ഒരാൾ എടുത്ത് വിൽക്കുന്ന സമയത്ത് അവർക്ക് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് റേറ്റേ കിട്ടുള്ളൂ. അപ്പൊ ഏകദേശം ഒരു ഹാഫ് പ്രൈസിന്റെ അടുത്ത് ലോസ് ആയിരിക്കും. എന്നാലോ അത് ഒരു സെക്കൻഡ് ഹാൻഡ്, അതായത് ഈ ഒരു സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ വാങ്ങിയ ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ ഒരു വർഷമോ അല്ലെങ്കിൽ കഴിഞ്ഞ് അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്തൊക്കെ വിൽക്കുന്ന സമയത്തും ഒരു 5 രൂപ ഒക്കെ മാക്സിമം കുറയാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് വരുന്ന ഒരു മേഖലയാണ്. പക്ഷെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് പകുതിയാക്കുകയും ചെയ്യാം. എന്നാലും നമുക്ക് ആ പുതിയതിന്റെ അതേ ക്വാളിറ്റി ഉള്ള സാധനം നമുക്ക് പ്രൊവൈഡ് ചെയ്യാനും പറ്റും. നമുക്ക് വാറണ്ടികൾ അപ്പൊ പുതിയ സാധനങ്ങളാകുമ്പോൾ കമ്പനി വാറണ്ടി ഉണ്ടാവും. അല്ലാത്ത ഇതിനൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? അല്ലാത്തത് നമ്മൾ ഇവിടെ ഫുള്ള് ചെക്ക് ചെയ്ത് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ ചെക്ക് ചെയ്തിട്ട് എടുത്തു വെക്കുന്ന പീസുകളായിരിക്കും. അതിന് നമ്മൾ 1 മന്ത് ചെക്കിംഗ് വാറണ്ടി ആയിട്ട് കൊടുക്കും. അതിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മള് സർവീസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഇനി അഥവാ സർവീസ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റീപ്ലേസ് ചെയ്യും. അതാണ് നമ്മൾ വാറണ്ടി. അപ്പൊ അതാണ് ഒരു ഡി ക്യാമിന്റെ ട്രസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് ഏകദേശം ഈ ഒരു മേഖലയിൽ അതിൽ എത്ര വർഷമായി? ഞാൻ ഏകദേശം 6 വർഷത്തോളമായി ഈ ഫീൽഡിൽ. ഓക്കെ, കച്ചവടമായിട്ട് സർവീസ് എങ്ങനെയാണ്? കച്ചവടമായിട്ടും ഉണ്ട്, സർവീസ് ആയിട്ടും ഉണ്ട്. 6 വർഷമായിട്ട് ഈ മേഖലയിൽ ഉണ്ട്. അപ്പൊ നമ്മള് മുക്കത്തന്നെ ആളെ വീട് കിട്ടും. ഫോട്ടോഗ്രാഫിക്കൊക്കെ നമ്മൾ ഏത് ക്യാമറയാണ് ഏറ്റവും നല്ലത്? അത് 2 രീതിയിൽ ഉപയോഗിക്കാം. ഇപ്പൊ ഇറങ്ങുന്ന എല്ലാം മൾട്ടിപർപ്പസ് ആയിട്ട് തന്നെ ഇറങ്ങുന്നത്. ഇപ്പൊ വീഡിയോ പർപ്പസ് മാത്രമായിട്ട് ഒരു ക്യാമറ അങ്ങനെ ഇറക്കുന്നില്ല. എന്നാലും ഒരു ഇതിൽ വരുന്ന സമയത്ത് നമുക്ക് ZV-E10 എന്ന് പറയാം. കൂടുതൽ വ്ളോഗേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ZV-E10 എന്ന് പറഞ്ഞാൽ. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അത്യാവശ്യം എല്ലാ ഫീച്ചറും കാര്യങ്ങളും ഉള്ള ഒരു ക്യാമറയാണ്. ആ ക്യാമറയെ കുറിച്ച് ഒരു പ്രത്യേകത കൂടി പറയണം. അപ്പൊ ഞാനൊക്കെ പറഞ്ഞാൽ നമുക്കൊക്കെ മൊബൈലാണ് കൂടുതലും വരുന്നത്. അപ്പൊ ഈ ഒരു ക്യാമറയിലേക്ക് പെട്ടെന്ന് മാറുമ്പോൾ നമുക്ക് അതിന്റെ ബൊക്കെ എഫക്റ്റുകള് അങ്ങനത്തെ കുറെ സംഗതികൾ ചെയ്യാന് ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിനൊക്കെ സെപ്പറേറ്റ് സ്വിച്ച് തന്നെ അതിലാണ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ആ നേരെ സ്വിച്ച് നെക്കിയാല് നേരെ ബൊക്കെ ആവും. ഈ നോർമൽ വീഡിയോ ആണെങ്കിൽ ആ സ്വിച്ച് ഒന്നുകൂടി നെക്കിയാല്
അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു യൂസർ ഫ്രണ്ട്ലി ആണ് ആ ഒരു അതെ. ക്യാമറ എന്നൊക്കെ പറഞ്ഞത്. സാധനം ഉണ്ടോ ഇവിടെ നമുക്ക്? സാധനം നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് ഒരു പ്രൈസ് എങ്ങനെ വരുന്നത്? അത് 2 മന്ത് ഓൾഡ് ആയിട്ടുള്ള പീസാണ്. അത് നമുക്കൊരു 48 കൊടുക്കാം. ഫ്രഷ് നമുക്ക് എത്ര വരും അത്? ഫ്രഷ് 63 രൂപയാണ് വരുന്നത്. 2 മന്ത് ആയിട്ടുള്ളൂ വാങ്ങിയിട്ട്. ഷട്ടർ കൗണ്ട് ഏകദേശം 200 സംതിങ് ആയിട്ടുള്ളൂ. അതായത് ജസ്റ്റ് ടെസ്റ്റ് ഷട്ടർ അടിച്ചിട്ടുള്ളൂ. ആ സാധനം നമ്മൾ ഈ പ്രൈസ് ലെസ്സിൽ കൊടുക്കണം, ലെസ് ആക്കി കൊടുക്കണം. ഏകദേശം 10-20,000 റുപ്യ നമുക്ക് നേരെ സേവ് ചെയ്യാൻ പറ്റും ആണ്. അപ്പൊ അടിപൊളി ക്യാമറയാണ്. അത് നമുക്ക് അതിന്റെ ലെൻസ് ഒക്കെ ചേഞ്ച് ചെയ്യാം, അങ്ങനത്തെ കാര്യം അല്ല. അതിന് ലെൻസ് ഏത് വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാം. 50mm ഇട്ട് നമുക്ക് ബൊക്കെ എഫക്ട് കൂടുതൽ ബൊക്കെ കിട്ടും. അങ്ങനത്തെ ഓരോ ലെൻസും നമുക്ക് ചേഞ്ച് ചെയ്ത് ഇടാനും പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് നേരെ ഡീറ്റെയിൽസ്. ഇപ്പൊ ഇൻട്രോന് നമുക്ക് അത്യാവശ്യം മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഒരു സ്റ്റാർട്ടിംഗ് റേഞ്ച് എത്ര രൂപ? സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്യാമറ എന്നുള്ള ഒരു ആഗ്രഹമായിട്ട് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബ്രിഡ്ജ് ക്യാമറ സജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഒരു 45 സൂം വരുന്ന സാധനമാണ്. ഇത് ലെൻസ് മാറ്റാൻ പറ്റാത്ത ഒരു മോഡലാണ്. പക്ഷെ നല്ല അടിപൊളി പിക്ചേഴ്സും കാര്യങ്ങളും കിട്ടും. സൂമിംഗ് ആണ് ഇതിന്റെ. ഈ ഒരു ഒറ്റ ലെൻസ് ഉണ്ടായാൽ തന്നെ നമുക്ക് അത്യാവശ്യം സൂമിങ്ങിൽ സാധനം എടുക്കാൻ പറ്റും. ഇതിന് നമുക്ക് ഫോട്ടോ ആണ് മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു പർപ്പസ് വരുന്നത് അല്ല, ഇത് രണ്ടും അതാണ്. വീഡിയോ പർപ്പസ് രണ്ടും വരുന്നുണ്ട്. വീഡിയോക്ക് പറ്റും, അതേപോലെ തന്നെ നമുക്ക് ഒരു സ്റ്റാർട്ടിങ് ഒരു വ്ളോഗിംഗ് ആണെങ്കിലും ഒരു പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചൊക്കെ നമുക്ക് ശരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം. എത്ര റേറ്റ് വരുന്നത് നമുക്ക്? ഇത് നമുക്കൊരു 6000 രൂപ ആ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്യല്ലേ, ഒന്നുകൂടി നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇത് 7000 എന്നുള്ളത് നമ്മൾ 6000ത്തിലേക്ക് ആക്കിയതാണ്. അപ്പൊ നമ്മൾ 7000 ആയിരുന്നു ഇതിന് നിലവിൽ നമ്മൾ ആസ്ക് ചെയ്തിരുന്നത്. 9 വീഡിയോയിലൊക്കെ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്യാം. അപ്പൊ നമ്മളെ ഒരു വീഡിയോ ഫസ്റ്റ് ചെയ്യണോണ്ട് ഇതിന് സ്പെഷ്യൽ ആയിട്ട് ഒരു 1000 രൂപ നമുക്ക് അതിൽ കുറച്ച് തരുന്നുണ്ട് കേട്ടോ. അപ്പൊ 6000 രൂപക്ക് നല്ലൊരു അടിപൊളി വീഡിയോ നമുക്ക് ഫോട്ടോ പർപ്പസിന് പറ്റുന്ന കാനോന്റെ പേരെങ്ങനെയായിരുന്നു ക്യാമറ? SX430 IS എന്ന് പറഞ്ഞ പവർ ഷോട്ട്. വൈഫൈയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം 20 മെഗാ പിക്സൽ ക്യാമറ തന്നെ വരുന്നത്. അപ്പൊ ഒരാളെ സംബന്ധിച്ച് ഇപ്പൊ ഒരു DSLR എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് 2-3 ലെൻസ് ക്യാരി ചെയ്യേണ്ട ആവശ്യം വരും. ഇതിന് അതിന്റെ ആവശ്യമില്ല. അപ്പൊ നമുക്ക് 6000 രൂപ ഫൈനൽ റേറ്റ് ഇല്ല. അതായത് സാംസങ്ങിന്റെ വെറൈറ്റി സാധനമാണ്. NX3300 പറഞ്ഞ ഒരു മോഡല്. ഇത് മിറർലെസ്സിൽ വരുന്ന ഒരു മോഡലാണ്. വൈഫൈ ചെയ്യാൻ പറ്റും, വ്ളോഗിംഗ് ഒക്കെ ഏകദേശം സൂട്ടായിട്ട് വരുന്ന ഒരു മോഡലാണ്. നമുക്ക് അത്യാവശ്യം സ്റ്റെബിലൈസേഷനും കാര്യങ്ങളും വരുന്നത്. പിന്നെ നമ്മൾ ചേഞ്ചബിൾ ആണ്, ലെൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന. അതെ, ചേഞ്ചബിൾ ആണ്. നമുക്ക് ലെൻസ് മാറ്റി ഉപയോഗിക്കാം. അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. നമ്മൾ എത്ര റേറ്റ് വരുന്നത്? ഇത് നമുക്കൊരു 15 റേറ്റിൽ കൊടുക്കും. 15 റേറ്റ്. അടുത്ത കാനോന്റെ ഒരു മോഡൽ അല്ലേ? അതെ. ഇതെങ്ങനെയായിരുന്നു നമുക്ക്? M200. ഇതും ഏകദേശം ഒരു വ്ളോഗിംഗ് പർപ്പസ് മോഡൽ വരുന്ന സാധനമാണ്. എന്നാൽ ക്യാമറ ഫോട്ടോഗ്രാഫിക്കും അടിപൊളിയായിട്ടുള്ള റിസൾട്ട് ഉണ്ട്. ഇതില് മോഡ്സ് കാര്യങ്ങളൊക്കെ വരുന്നത് 3 മോഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. യൂസർ ഫ്രണ്ട്ലി ആയിട്ട് കൊടുത്താണ്. നമുക്ക് ഒരു സ്റ്റാർട്ടർക്ക് നല്ല സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം. ഹെവിയോ അല്ല, ചെറിയ ഗിംബല് മാത്രം മതി ഇത് ഹാൻഡിൽ ചെയ്യാൻ. വെയിറ്റ്ലെസ് ആണ്. അതെ. ഇത് വേറെ പറഞ്ഞാല് ലെൻസ് ഇന്റർചേഞ്ചബിൾ ആണ്, വേറെ മാറ്റി ഇടാനൊക്കെ പറ്റും. ഇതിന്റെ കൂടെ വരുന്ന 15-45 പറഞ്ഞ ലെൻസ് ആണ്. ഇതൊക്കെ പറഞ്ഞാൽ തീരെ യൂസ് ചെയ്യാത്തൊരു പീസാ. ഫ്രഷ് നമുക്ക് ഒരു ഫ്രഷ് കണ്ടീഷൻ തന്നെ പറയാം. അതെ, ഫ്രഷ് എടുക്കുന്ന പോലെ തന്നെ യൂസ് ചെയ്യാം. ഇതെങ്ങനെ നമുക്ക് റേറ്റ് വരുന്നത്? ഇത് നമുക്കൊരു 25 റേഞ്ചിൽ കൊടുക്കും. 25 രൂപയ്ക്ക് അല്ലെ? അടിപൊളി ആയിട്ടാണ്, തീരെ യൂസ് ചെയ്തിട്ടില്ല എന്ന് പറയാം. ഇതാണ് ഇപ്പൊ കളിക്കുന്ന ഒരു മോഡല് R50. നമ്മൾ ഈ ഒരു M50 ഒക്കെ നിർത്തിയതിനു ശേഷം ഇറങ്ങിയ മോഡൽ. M50 Mark II നിർത്തിയിട്ട് ഒരു അതിന്റെ ഫീച്ചറും കാര്യങ്ങളും കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്തിട്ട് RF മൗണ്ടില് ഇറക്കിയ ഒരു മോഡലാണ് R50. ഇത് ഫ്രഷ് ഏകദേശം 70 റുപ്യന്റെ അടുത്ത് വരും. സ്ക്രാച്ച് പോലും ഇല്ല അല്ലെ? സ്ക്രാച്ച് പോയിട്ട് ഇത് യൂസ് ചെയ്തിട്ടൊന്നുമില്ല. അതെ. ഇത് ഫ്രഷ് 70 റുപ്യ വരുന്നത്. നമുക്കിതൊരു 56-58 ആ റേഞ്ചിൽ കൊടുക്കാം. ഒരു 10-20 രൂപന്റെ അടുത്ത് നമുക്ക് നല്ല അതിലേറെ മോഡൽ സേവ് ചെയ്യാം. ആ ഒരു ലെൻസ് ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് കാണിച്ചു. അത് പെട്ടെന്ന് കാണിക്കുമ്പോൾ RF ലെൻസ് ആണ് വരുന്നത്. നമുക്ക് RF ഫുൾ ഫ്രെയിം ലെൻസുകളും കാര്യങ്ങളൊക്കെ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. അതെ. ഇതിന് ഈ M50 Mark II വന്നിരുന്നത് എമൗണ്ട് ആയിരുന്നു. എമൗണ്ട് ലെൻസസ് പ്രൊഡക്ഷൻ കുറവായിരുന്നു. അപ്പൊ അവൈലബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഭയങ്കര ലെസ് ആയിരുന്നു. അപ്പൊ നമുക്ക് പിന്നെ പക്ക ന്യൂ ഫ്രഷ്. ഇതിന് വാറന്റി എത്ര നിലവിൽ ഇപ്പൊ ബാക്കിയുള്ളത്? ഇത് 2 മാസമായിട്ടുള്ളൂ ആകെ വാങ്ങിയിട്ട്. ഇതിപ്പോ 2 വർഷമല്ലേ നമുക്ക്? 2 വർഷത്തിൽ ഒരു വർഷവും 10 മാസം വാറന്റി ഉണ്ടാവും. ഇനിയും വാറന്റി 22 മാസം വാറന്റി റിമൈനിങ്. ധൈര്യമായിട്ട് എടുക്കാം. ധൈര്യമായിട്ട് എടുക്കാം. അടുത്തത് സോണിന്റെ ഒരു
ചെറിയ മോഡലാണ്, ഓക്കെ 6000 പറഞ്ഞ. ഓക്കെ ഇതും അത്യാവശ്യം വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തായിരുന്നു. പക്ഷെ ഇതിനൊരു കുഴപ്പം എന്താന്ന് വെച്ചാല് മൈക്ക് ഇൻപുട്ട് ഇല്ല. ഓക്കെ ഇതിന് അല്ലാത്ത മൈക്ക് യൂസ് ചെയ്യണം, ഇവിടെ യൂസ് ചെയ്യുന്ന മൈക്ക്. ഇവര് സോണി തന്നെ ഇറക്കുന്ന ഒരു സെപ്പറേറ്റ് മൈക്ക് ഉണ്ട്. അത് നമുക്ക് ഇതൊന്നും ആവശ്യമില്ല, അവര് തന്നെ ഒരു കിറ്റ് ആയിട്ട് കൊടുക്കുന്ന അതെ ഒരു മോഡലാണ് അല്ലെ. ഇത് നമുക്ക് ഒരു 25 റേഞ്ചിൽ കൊടുക്കാം, 25 രൂപക്ക് അല്ലെ. അതെ അതെ. ഇത് കുറച്ചൊരു യൂസ് ചെയ്ത മോഡലാണ്, അതുകൊണ്ടാണ് ഈ പ്രൈസിൽ ലെസ് ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ അതെ ആ സെയിം മോഡൽ തന്നെ തീരെ യൂസ് ചെയ്യാത്തൊരു പീസ് ആണ്. ഒന്നുകൂടി നമുക്ക് ഒരു നല്ല പക്ക നീറ്റ് ആയ അടിപൊളി ഐറ്റം അല്ലെ, പക്ക നീറ്റ് പീസ്. എങ്ങനെ നമുക്ക് റേറ്റ് നമുക്ക് ഒരു 30 റേഞ്ചിൽ കൊടുക്കാം, 30 രൂപക്ക് അല്ലെ. 30 രൂപ. ഇത് ഇതിന്റെ ഏകദേശം ലേറ്റസ്റ്റിൽ വരുന്ന ഒരു മോഡലാണ്, 6600. ഓക്കെ ഇത് അത്യാവശ്യം നല്ല അടിപൊളി ഇമേജ് സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഫുൾ ഫ്രെയിമിൽ A7M4 കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലായിട്ട് ഒരു ക്രോപ്പില്. കൂടുതൽ വ്ളോഗേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന റൈറ്റ് ആണ്. അതെ അതെ അതെ. ഇതിന് നമുക്കൊരു കിറ്റ് ലെൻസ് അടക്കം ഒരു 70-75 ആ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും. ഫ്രഷ് ഒന്നിന്റെ മേലെ വരുന്നുണ്ട്. അത് നമുക്ക് ഏകദേശം ഒരു പകുതിന്റെ അടുത്ത് തന്നെ പറയാം അല്ലേ. ഓക്കെ, അടുത്ത നമ്മളൊരു കാനോൺ. ഇത് കാനോണിന്റെ EOS R ആണ്, ഫുൾ ഫ്രെയിം. ഇത് എല്ലാരും കേട്ടിട്ടുണ്ടാവും ഈ ഒരു മോഡല്. അത്യാവശ്യം പബ്ലിസിറ്റി ഉള്ള മോഡലാണ്. നമുക്ക് വെഡിങ്ങും കാര്യങ്ങളും അത്യാവശ്യം യൂസ് ചെയ്ത മോഡലാണ്. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കാം. ഇതൊരു 70-75 ആ റേഞ്ചിൽ കൊടുക്കാം. 75. അതെ. നമുക്ക് ബോഡി ഓൺലി ആണോ അതോ ക്യാമറ? ബോഡി ഓൺലി വരിക. ബോഡി ഓൺലി, പ്രൊഫഷണൽ ക്യാം ആണ്, അതുകൊണ്ട് ബോഡി ഓൺലി ആ വരുന്നത്. ഓക്കെ. ഇനി അടുത്ത നിക്കോണിന്റെ D300 ഒരു ഓഫർ റേറ്റ് ആണ്. അതായത് നിക്കോണിന്റെ ഒരു ഫുൾ ഫ്രെയിം ക്യാമറ ആണ് D300 എന്ന് പറഞ്ഞിട്ട്. അതിനൊരു 50mm പോർട്രേറ്റ് ലെൻസ് ഇട്ടിട്ട് നമുക്കൊരു 12000 രൂപയ്ക്ക് കൊടുക്കാം. 12000 രൂപയ്ക്ക് ഫുൾ ഫ്രെയിം അല്ലേ? അതെ. ഇനി ആരും പൈസ ഇല്ലായിട്ട് ക്യാമറ എടുക്കാതെ നിൽക്കരുത്. ഓക്കെ, നമ്മൾ ആ ഒരു ബഡ്ജറ്റിൽ തന്നെ കൊടുക്കാം. നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി പ്രൊഫഷണൽ ക്യാമറ. അതും ഫുൾ ഫ്രെയിമിൽ അല്ലേ? ഫുൾ ഫ്രെയിമിൽ 12000 രൂപ. ഏറ്റവും നല്ല ലോ പ്രൈസിൽ നല്ലൊരു ഫുൾ ഫ്രെയിം ക്യാമറ അല്ലേ. വീണ്ടും നിക്കോണിന്റെ 610 ഫുൾ ഫ്രെയിം ക്യാമറ തന്നെയാണ്. ഓക്കെ. ഇതിന്റെ പിക്ചർ ഒക്കെ പറഞ്ഞാല് ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ നമ്മള് ഒഴിവാക്കൂല, അത്രയും പക്ക പിക്ചറാണ്. പിന്നെ മൈക്ക് ഇൻപുട്ട് വരുന്നുണ്ട്, മൈക്ക് ഉണ്ട്, ഇയർഫോൺ ജാക്ക് ഉണ്ട്, HDMI ഔട്ട് ഉണ്ട്. ലൈവ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫുൾ ഫ്രെയിമും കൂടിയാണ്. ഇത് നമുക്കൊരു 27000 രൂപയ്ക്ക് കൊടുക്കാം. 27000 രൂപയ്ക്ക്. ഇറങ്ങുന്ന ഏകദേശം എത്ര രൂപയ്ക്ക് വന്നിരുന്ന ഐറ്റം? ഇത് ഇറങ്ങിയ സമയത്തൊക്കെ നല്ല റേറ്റ്, ഒന്നിന്റെ മേലേക്ക് വരുന്ന റേറ്റ്. പഴയ മോഡലാണ്, പക്ഷെ എന്നാലും അത്യാവശ്യം അന്നും നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും എല്ലാ കണക്ഷൻ എല്ലാം വന്നൊരു മോഡലാണ് അല്ലെ. 27 രൂപ ഫൈനൽ റേറ്റ്. അടുത്ത ലൂമിക്സ്. ഇത് ലൂമിക്സിന്റെ G85 പറഞ്ഞൊരു മോഡലാണ്. അത്യാവശ്യം നല്ലൊരു ഇറങ്ങിയൊരു മോഡലാണ് അല്ലെ. എന്താ വെച്ചാൽ ഒരു സ്റ്റാർട്ടർക്ക്, ഒരു വ്ളോഗിങ് സ്റ്റാർട്ടർ ചെയ്ത് കാണൊക്കെ കൂടുതൽ ആളുകളും അത്യാവശ്യം വന്നൊരു സാധനമാണെന്ന് തന്നെ പറയാം. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ഇതിന്റെ സെൻസർ ഫ്ലോട്ടിംഗ് ആ, സ്റ്റെബിലൈസേഷൻ കിട്ടും. അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ലൈവിനൊക്കെ എത്ര മണിക്കൂർ അപ്ഗ്രേഡ് ഇല്ലാതെ കുറെ കാലം വെച്ച് വിറ്റുപോയ സാധനമാണ് അല്ലെ. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇപ്പോഴും നല്ല മാർക്കറ്റ് ആയിരുന്നു. ഓക്കെ. ഇപ്പൊ G8 കുറെ വർഷത്തിന് ശേഷമാണ് ഒരു ചെറിയ അപ്ഗ്രേഡ് അവർ വന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇപ്പം ഡിമാൻഡ് ഉള്ള ഒരു സാധനമാണ് അല്ലെ. റേറ്റ് എങ്ങനെയാണ്? നമുക്കൊരു 28 ആ റേഞ്ചിൽ കൊടുക്കാം. 28 രൂപയ്ക്ക് അല്ലെ. നല്ലൊരു അടിപൊളി ക്യാമറ. അതെ. അടുത്ത കാനോന്റെ EOS. ഇത് 60 അല്ലേ? ഇത് കാനോണിന്റെ, നമ്മള് നേരത്തെ നിക്കോണിൽ ഒരു ഫുൾ ഫ്രെയിമിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പറഞ്ഞു. അതേപോലെ കാനോണിൽ വരുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് 60 ഫുൾ ഫ്രെയിം ആണ്. വൈഫൈ കൂടി ഇൻക്ലൂഡഡ് ആണ് ഇതിൽ. ഇത് നമുക്കൊരു 20 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 20 രൂപയ്ക്ക് അല്ലെ. ഫുൾ ഫ്രെയിം ബോഡി, നല്ല ബോഡിയാണത്. വൈഫൈയും കൂടി വരുന്നോണ്ട് യൂസർ ഫ്രണ്ട്ലി ആണ്. നമുക്ക് റേറ്റ് 20 രൂപ ഫുൾ ഫ്രെയിം. ഒരു 5 രൂപ 6 രൂപയ്ക്ക് ഒരു പോർട്രേറ്റ് ലെൻസ് കൂടി വാങ്ങിയിട്ടാല് അത്യാവശ്യം ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ എടുക്കാതെ മതി. ഫ്രീലാൻസ് ആയിട്ട് ഒരു ചെറിയ പരിപാടിയൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക്, ഒരു ബർത്ത്ഡേ പാർട്ടിയും കാര്യങ്ങളൊക്കെ എടുക്കാതെ മതി. ഓക്കെ. പുതുതായിട്ടൊക്കെ ചെക്കന്മാരൊക്കെ ഇപ്പൊ അധികം ഫ്രീലാൻസ് ചെയ്യുന്നുണ്ട്. അത്ര ആളുകൾക്ക് പറ്റിയ നല്ലൊരു അടിപൊളി മോഡൽ അല്ലേ. അടുത്തത് 5D. ഇതൊക്കെ ഈ ക്യാമറ ഇത് 5D Mark III ആണ് അതിന്റെ അടുത്ത മോഡല്. ഈ 5D Mark IIIക്ക് ഇറങ്ങിയ സമയത്ത് ഏകദേശം ഒന്നിന്റെ മേലെ റേറ്റ് ഉള്ള സാധനമാണ്. ഇത് നമുക്കൊരു 28 രൂപയ്ക്ക് കൊടുക്കാം. 28 രൂപയ്ക്ക് അല്ലേ. ഓക്കെ. 4-1 പ്രൈസ് തന്നെ പറയാം.
നമുക്ക് പിന്നെ ഇതൊക്കെ പ്രൊഫഷണൽ ആകുമ്പോഴൊക്കെ നമുക്ക് ലെൻസ് വേറെ കാണേണ്ടി വരും. ലെൻസ് വേറെ കാണണം. പക്ഷെ നമുക്ക് ലെൻസ് നമുക്ക് ഇവിടുന്ന് എടുക്കുന്നതുകൊണ്ട് മാക്സിമം ഈ ഒരു ഇതിന്റെ കൂടാകുമ്പോൾ ഒന്ന് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അവർക്ക് ഏത് വേണമെങ്കിലും നമ്മൾ നേരിട്ട് വന്ന് എടുക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മൾ ഓരോ ലെൻസും ഇട്ട് നോക്കിയിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് എടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ഓക്കെ, നമുക്ക് കുറച്ച് ലോങ് എന്നൊക്കെ വരുന്നവരാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് എത്തിപ്പെടാൻ ഇപ്പൊ റെയിൽവേ ഒക്കെ വയ്യ വരികയാണെങ്കിൽ നമുക്ക് കോഴിക്കോട് നിന്നൊക്കെ ഏകദേശം എത്ര ലോങ് ഉണ്ടാവും നമുക്ക് ഇങ്ങോട്ട്? നമുക്ക് കോഴിക്കോട് നിന്ന് ഏകദേശം 3/4 മണിക്കൂറിന്റെ ട്രാവൽ വരുന്നുണ്ട്. ട്രാവൽ ബസ്സിൽ വന്നാൽ എപ്പോഴും 5 മിനിറ്റ് കൂടുമ്പോൾ അവിടുന്ന് ബസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഏത് ദൂരമുള്ളവരും ട്രെയിനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഡി ക്യാമ്പിൽ എത്താന്നുള്ളതാണ്. ഓക്കെ, ഈ ബൈ റോഡ് വരികയാണെങ്കിലും സൗകര്യമാണ്. ഓക്കെ, ഇത് 70 എന്ന് പറഞ്ഞൊരു മോഡലാണ്. നമ്മളെ ചാപ്പാക്കുരിശ് ഫിലിമൊക്കെ എടുക്കൊരു ക്യാമറയാണിത്. ആ ഒരു അത്യാവശ്യം നല്ല മോഡൽ തന്നെയാണ്. നമുക്ക് കിറ്റ് ലെൻസ് അടക്കം ഇതിനൊരു 1855 കിറ്റ് ലെൻസ് ഇട്ടിട്ട് നമുക്ക് ഒരു 20,000 രൂപയ്ക്ക് കൊടുക്കാം. ബെസ്റ്റ് പ്രൈസിന് ലെൻസ് അടക്കമുള്ള റേറ്റ് ആണ് പറഞ്ഞത്. അതെ, ഇത് അടുത്ത നമുക്ക് 60 Mark II. അതായത് ഇത് അത്യാവശ്യം നല്ല കളിച്ച നമ്മളെ EOSR-ന്റെ പോലെ തന്നെ അത്യാവശ്യം പ്രശസ്തി കിട്ടിയൊരു ക്യാമറയാണ് 60 Mark II. ഇത് കുറച്ച് യൂസ് ചെയ്ത മോഡലാണ്. ഇത് ഇറങ്ങുന്ന സമയത്ത് എത്രയാ 1.5 അങ്ങനെ എന്തോ റേറ്റ് വരുന്നത്. ഇത് നമുക്കൊരു 38 രൂപ ആ റേഞ്ചിൽ കൊടുക്കാം. 38 രൂപ ബോഡി ഉള്ളി. അതെ, ഇതിന് ഫ്ലിപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട്, ടച്ച് ആണ്, ട്രാക്കിംഗ് വരുന്നുണ്ട്. അതാണ് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് പറയുന്നത്. അത്യാവശ്യം എല്ലാം പിന്നെ സെറ്റിംഗ്സോട് കൂടി വന്നൊരു മോഡൽ. ഫുൾ ഫ്രെയിം 28 രൂപ 38 രൂപ. നമുക്ക് ലെൻസ് ഒക്കെ ഒരു അഡീഷണൽ ലെൻസിനൊക്കെ ഏകദേശം എത്ര വരും? നമുക്ക് സ്റ്റാർട്ടിംഗ് ഒരു 5 രൂപ മുതൽ 5 രൂപ മുതൽ നല്ലൊരു ലെൻസ് ആണ്. ഒരു പിന്നെ 10, 45, 50 രൂപക്ക് നല്ലൊരു അടിപൊളി സാധനം പോകാൻ പറ്റൂല. ഏകദേശം നമുക്ക് അങ്ങനത്തെ ഒരു ഫ്രഷ് ഒക്കെ എടുക്കണമെങ്കിൽ ഒരു 1.5 ലക്ഷം രൂപ കാണേണ്ടി വരും അല്ലേ? ഉണ്ടാവും. അത് നമുക്ക് നേരെ 1/3 റേറ്റിന് ഒരു അടിപൊളി സാധനമായിട്ട് നമുക്ക് പോകാൻ പറ്റും. അടുത്ത അതിന്റെ കുറച്ച് യൂസ് ചെയ്യാത്തൊരു മോഡലാണ്. ഈ ബോഡി ശ്രദ്ധിച്ചറിയാം, ഇതൊരു അമേച്ചർ യൂസ്ഡ് പീസാ. ഇത് നമുക്കൊരു 55 ആ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും. ബോഡി ഓൺലി. പിന്നെ നമുക്ക് ലെൻസ് ഒക്കെ നല്ല ചീപ്പ് ആൻഡ് ബെസ്റ്റ് നമുക്ക് ഇവിടുന്ന് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അടുത്ത നമുക്ക് സോണി A7M3 ഇപ്പൊ നല്ല എപ്പോഴും കളിച്ചോണ്ടിരിക്കുന്ന ഒരു മോഡലാണ്. സാധനമാണ്. ഒരുവിധം നമുക്ക് സോണി ഫാൻസിന് ഉണ്ടാക്കിയ ഒരു ക്യാമറ. ഇത് നമുക്കൊരു ഏറ്റവും ലോ ആയിട്ട് ഒരു 65 രൂപയ്ക്ക് കൊടുക്കാം. 65 രൂപയ്ക്ക് അല്ലേ? അത് നമ്മൾ മാർക്കറ്റ് അന്വേഷിച്ച് നോക്കിയാൽ മതി. 7M3 ഒക്കെ നമുക്ക് അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ഐറ്റാണ്. 75ന്റെ മേലോട്ടല്ലാതെ എന്തായാലും കിട്ടൂല. അപ്പൊ നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാന്നുള്ളതാണ്. ഇതിന് നമുക്ക് ചെക്കിംഗ് വാറണ്ടി ഒക്കെ എങ്ങനെയായിരുന്നു? 1 മന്ത് ഉണ്ട്. 1 മന്ത്. ഇനി നമുക്ക് ആർക്കെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ 1 ഇയറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. പക്ഷെ അതിനൊരു കോസ്റ്റ് ഉണ്ട് 2,999. അത് പ്രൈസ് അടിച്ചു കഴിഞ്ഞാൽ 1 ഇയറിലേക്ക് വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്ത് 2900 നമ്മൾ എടുക്കുകയാണെങ്കിൽ 1 ഇയർ നമ്മൾ ധൈര്യമായിട്ട് ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്കൊരു യൂസർ ക്യാമറ തന്നെ നമുക്ക് ഫ്രഷ് ക്യാമറ എടുക്കുന്ന പോലെ നമുക്ക് എടുക്കാൻ പറ്റും. അതിന്റെ സ്റ്റാർട്ടിംഗ് റേഞ്ച് നമുക്ക് പറഞ്ഞത് 65 രൂപ മുതൽ. നിങ്ങൾ അന്വേഷിച്ചാൽ എന്തായാലും നമുക്ക് ഈ റേറ്റിന് കിട്ടില്ല എന്ന് തന്നെ പറയാം അല്ലെ? ഇഷ്ടം പോലെ ക്യാമറകൾ നമ്മൾ ഷോപ്പിൽ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഈ റേറ്റിന് നിങ്ങൾക്ക് 7M3 കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കമന്റ് ചെയ്തോളൂ അല്ലെ? അടുത്ത് ഇത് പിന്നെ A7M3 അതിന്റെ കുറച്ചുകൂടി കണ്ടീഷൻ ആയിട്ടുള്ള പീസാണ്. ഇത് നമുക്കൊരു 72 ആ റേഞ്ചിൽ കൊടുക്കാം. 72 രൂപ കൊടുക്കാം. അത്യാവശ്യം നല്ല നീറ്റ് ആയ പീസാണ് അല്ലേ? ഓക്കെ, ഇതൊക്കെ ബോഡി ഉള്ളിലല്ലേ വരുന്നത്? ഇതിനൊക്കെ ലെൻസിന് സോണിന്റെ ലെൻസിനൊക്കെ സോണി ഏറ്റവും മിനിമത്തിൽ വരുന്ന അതിന്റെ 50mm ആണ്. ഒരു 10-12 ആ റേഞ്ചിലാ വരിക. ഓക്കെ, സോണിക്ക് നമുക്ക് യൂസ് ചെയ്യുന്നവർക്കൊക്കെ കൂടുതൽ അതിനെ കുറിച്ച് കൂടുതലൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അത്രയും പിന്നെ മാർക്കറ്റായി വന്നൊരു സാധനം തന്നെ നമുക്ക് പറയാം. ഇത് അതിലും കുറച്ചുകൂടി ഒരു നീറ്റുള്ള പീസാ. തീരെ യൂസ് ചെയ്തിട്ടുള്ള അതിന്റെ റബ്ബറും കാര്യങ്ങളൊക്കെ നോക്കി അങ്ങ് മനസ്സിലാവും. ഒരു അമേച്ചർ യൂസ്ഡ് പീസാ. ഇത് ഷട്ടർ കൗണ്ട് വളരെ കുറച്ചുള്ളൂ. ഒരു 15,000 ആ റേഞ്ചിലാണ്. ഇത് നമുക്കൊരു 80,000 82,000 ആ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും. പക്ക നല്ല നീറ്റ് പീസ്. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല പീസ് ഇത് വരുന്നുണ്ട്. A7M3 തന്നെ വാറണ്ടി പീസ് വരുന്നത്. വാറണ്ടിയിലല്ല, കമ്പനി വാറണ്ടി നിലവിലുള്ള സാധനം 20,000 ഷട്ടർ ആയിട്ടുള്ളൂ. നമ്മൾ ഈ ഒരു സൈഡൊക്കെ നമുക്ക് ഇവിടെ നോക്കിയാലും അറിയാം. ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നമുക്ക് ത്രെഡിലൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. ഇത് ത്രെഡൊക്കെ പക്ക നമ്മളൊരു പുതിയ ബ്രാൻഡ് ന്യൂന്റെ അതേ ഫിനിഷ് കിട്ടുന്ന ഒരു ഐറ്റം അല്ലെ? ഓക്കെ, ഇതെങ്ങനെയാണ് നമുക്ക് റേറ്റ് വരുന്നത്? ഇത് നമുക്കൊരു 95-ന് കൊടുക്കാം. 95-ന് വിത്ത് കമ്പനി വാറണ്ടി. അടുത്തതും ഇത് സെയിം പീസ് തന്നെ. വാറണ്ടി റിമൈനിങ് ആണ്. ഇത് നമുക്ക് ആ ഒരു പ്രൈസിന് കൊടുക്കാൻ പറ്റും. 95 രൂപ അല്ലേ? പക്ക നീറ്റ്. ഒരു തുള്ളി പെയിന്റ് പോലും പോയിട്ടില്ല.
ഒരു യൂസിങ് വന്നിട്ടില്ല. നമുക്ക് ക്യാമറയ്ക്ക് സ്റ്റാൻഡിൽ വെക്കുമ്പോൾ അത്ര യൂസ് വന്നിട്ട് എന്തായാലും നമുക്ക് ഈ അടിഭാഗം നോക്കിയാൽ അറിയാൻ പറ്റും. അതൊന്നും തീരെ യൂസ് ചെയ്തിട്ടില്ല. അടുത്ത നിക്കോണ്ട് അല്ലേ? അതെ, നിക്കോണില് സ്റ്റാർട്ടിങ് വരുന്നതാണ്, അതായത് ക്രോപ്പില് സ്റ്റാർട്ടിങ് വരുന്ന ഒരു മോഡലാണ് 3100. ഈ ഒരു കിറ്റ് ലെൻസും ഈ ഒരു ക്യാമറ അടക്കം ഈ വീഡിയോ കണ്ടു വരുന്നവർക്ക് നമുക്കൊരു 8000 രൂപയ്ക്ക് എടുക്കാം. 8000 രൂപയ്ക്ക് അതെ, ലെൻസ് അടക്കമുള്ള പ്രൈസ് ആണ്. അതും സ്പെഷ്യൽ റേറ്റ് അല്ലേ? അതെ, സ്പെഷ്യൽ റേറ്റ്. ഓക്കെ. ഇതെന്ന് പറഞ്ഞാല് അതിന്റെ സെയിം ബോഡി തന്നെയാണ്. ലെൻസ് ഇല്ല. ഇത് നമുക്ക് ആ റേറ്റിന് തന്നെ കൊടുക്കാൻ പറ്റും. ഇത് അതിന്റെ കുറച്ച് അപ്ഗ്രേഡഡ് വേർഷൻ ആണ് 3200. ഇത് നമ്മള് കനോണിലൊക്കെ നോക്കുകയാണെങ്കിൽ മൈക്ക് ഇൻപുട്ട് വളരെ കുറവായിരിക്കും. അതായത് കുറച്ചുകൂടി ഹൈ ബജറ്റ് ആകുമ്പോഴേ മൈക്ക് ഇൻപുട്ട് വരുള്ളൂ. ഇത് നമുക്ക് ഒരു 15 രൂപ മുതൽ മൈക്ക് ഇൻപുട്ടും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങും. ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ഫ്രണ്ട്ലി ആണ്. എല്ലാ ഫീച്ചേഴ്സും അതിന്റെ ഉള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു ചെറിയ ബഡ്ജറ്റ് തന്നെ. ഇത് നമുക്കൊരു 15 ആ റേഞ്ചിൽ കൊടുക്കാം. 15 രൂപ അല്ലെ? ഇതതിന്റെ തൊട്ടടുത്ത വെർഷൻ 3300. ഇതൊക്കെ എടുത്ത് ഇതിലൊക്കെ പിക്ചർ എടുത്താൽ നല്ല അടിപൊളി ക്ലാരിറ്റി ആയിരിക്കും. ഇത് നമുക്കൊരു 16500 ആ റേഞ്ചിൽ കൊടുക്കും. 16500 അല്ലേ? ഈയിടെ നമ്മള് സോണി പോലെ തന്നെ നിക്കോണും കൂടുതൽ ഒരു ഫാൻസ് വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഈ വൈൽഡ് ലൈഫിലൊക്കെ കൂടുതലും നിക്കോണിലേക്കാണ് ഇപ്പൊ പോകുന്നത്. നമ്മൾ നേരത്തെ ഒരു 7-2 കണ്ടില്ലേ, ആ സീരീസിലാണ് ഏറ്റവും കൂടുതൽ വൈൽഡ് ലൈഫ് പോണത്. വൈൽഡ് ലൈഫിൽ അധികം ആളുകളും ഈ ഒരു നിക്കോണിലേക്കാണ് പോകുന്നത്. നിക്കോൺ ക്രോപ്പാണ് കൂടുതൽ യൂസ് ചെയ്യുക ഫുൾ ഫ്രെയിമിനെക്കാളും. കാരണം എന്താ വെച്ചാല് നമുക്ക് ലെൻസിന് കുറച്ചുകൂടി സൂമിംഗ് പവർ കിട്ടുന്നത് ക്രോപ്പിലാണല്ലോ. നോർമലിനെക്കാട്ടിലും ഇപ്പൊ ഒരു 600 ലെൻസ് ആണെങ്കിൽ ഏകദേശം 900ന്റെ അടുത്തേക്ക് നമുക്ക് സൂമിങ് എക്സ്റ്റെൻഡ് ആയി കിട്ടും ക്രോപ്പില്. ഇത് പിന്നെ അതിന്റെ അടുത്തൊരു വേർഷൻ ആണ് 3400 എന്ന് പറയുന്നത്. ഇത് നമുക്കൊരു 18-19 ആ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും. നല്ല നീറ്റ് പീസ്. ഇതിനൊക്കെ ലെൻസിനൊക്കെ നമുക്ക് ഏകദേശം എത്ര സ്റ്റാർട്ടിംഗ് റേഞ്ച്? ഇത് നമുക്ക് കിറ്റ് ലെൻസ് ഒക്കെ 2000 ആ റേഞ്ചിൽ വരുന്നുണ്ട്. പിന്നെ ഒരു 3 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 50mm ഒക്കെ ഒരു 3-3,500 സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. നമുക്ക് ലെൻസുകളൊക്കെ ബഡ്ജറ്റ് തന്നെയാണ്. ബഡ്ജറ്റ് ആണ്. ഇതെങ്ങനെയായിരുന്നു നമുക്ക്? ഈ സീരീസ് പറഞ്ഞാല് 5100 ആണ്. ഇതിന് നമുക്ക് ഫ്ലിപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട്. ടിൽറ്റിങ്ങും എല്ലാ രൂപത്തിലും നമുക്ക് ചെയ്യാൻ പറ്റും. വീഡിയോക്ക് കുറച്ചുകൂടി അപ്പൊ ലോവർ ആംഗിൾ ഷോട്ട് ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ അടിയിലേക്ക് പോയി നോക്കേണ്ട ഒരു ആവശ്യം വരില്ല. അതിനനുസരിച്ച് ഏത് രൂപത്തിലും ടിൽറ്റിംഗ് ആണ്. പിന്നെ വ്ളോഗിംഗ് ആണെങ്കിലും നമുക്ക് ഫ്രണ്ട് വ്യൂലൊക്കെ നമുക്ക് സുഖമായിട്ട് സിംഗിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് നമുക്ക് ഇത് നമുക്കൊരു 15-16 റേഞ്ചിൽ കൊടുക്കാം ഈ കണ്ടീഷനിലെ സാധനം. നിനക്ക് നമുക്ക് 1 മന്ത് ചെക്കിംഗ് വാറന്റി? എല്ലാത്തിനും 1 മന്ത് ചെക്കിംഗ് ഉണ്ട്. ഇത് 5.2 അതിന്റെ തൊട്ട അപ്ഗ്രേഡഡ് വേർഷൻ ആണ്. ഇതും സെയിം ഫീച്ചറും കാര്യങ്ങളൊക്കെയാണ്. കുറച്ചുകൂടി ഒരു ഫോക്കസ് പോയിന്റും കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 17-18 ആ റേഞ്ചിൽ കൊടുക്കാം. 17-18 റേഞ്ചിൽ അല്ലേ? അതെ. അടുത്തത് ഇത് പിന്നെ 5.5. ഇതിന് ശേഷം ഒരു 5.3 എന്ന് പറഞ്ഞ ഒരു മോഡൽ കൂടി ഇറങ്ങിയിട്ടുണ്ട്. 5.3 ഏകദേശം ഒരു 20-24 റേറ്റിലാണ് വരിക. അത് കുറച്ചുകൂടി ഡിസ്പ്ലേ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ആയിട്ട് അതിന്റെ സെൻസർ സ്റ്റെബിലൈസേഷനും സെൻസർ സൈസും ഒക്കെ ഇൻക്രീസ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയ ഒരു മോഡലാണ് 5500 എന്ന് പറയുന്നത്. ഈ 5500 ഒരു അഡീഷൻ ഇതായിട്ട് വന്നതാണ് ടച്ച് ഡിസ്പ്ലേ. ഇതിന് ടച്ച് ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇതിനൊക്കെ എന്താന്ന് വെച്ചാല് സ്റ്റീരിയോ സൗണ്ട് സിസ്റ്റം സപ്പോർട്ടഡ് ആണ്. സൗണ്ട് പക്കയായിരിക്കും. ഇതിന് നമുക്ക് റേറ്റ് എങ്ങനെ വരുന്നത്? ഇത് നമുക്കൊരു 27-30 വരെ വേരി ചെയ്യാൻ പറ്റും. ഇത് പിന്നെ 5600 പറഞ്ഞ ഇപ്പോഴും റിലീസിംഗ് മോഡൽ ആയിട്ടുള്ള വരുന്ന ഒരു പീസാണിത്. ഇത് നമുക്കൊരു 33 റേഞ്ചിൽ കൊടുക്കാം. 33 രൂപ റേഞ്ചിൽ. ഇത് കോമ്പാക്ട് ആണ്, ഹാൻഡി ആണ്, ഭയങ്കരമായിട്ട് സ്റ്റെബിലൈസേഷനും കാര്യങ്ങളും വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും. വെയിറ്റ്ലെസ്സും ആണ് അല്ലേ? വെയിറ്റ്ലെസ്സും ആണ്. ഫോക്കസിംഗ് ഒക്കെ പക്കായിരിക്കും ഇതിന്. ട്രാക്കിംഗ് ഒക്കെ നമുക്ക് വൈൽഡ് ലൈഫിന് വേണമെങ്കിൽ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം. അത്രയും പക്കായിട്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ഇത് സെയിം പീസ് തന്നെയാണ്. ഒന്നുകൂടി നീറ്റ് ആയത്. ഇതിന് റേറ്റ് ഏകദേശം 33 ആ റേഞ്ചിൽ തന്നെ വരിക. ചെയ്യാൻ പറ്റും. അതെ. പിന്നെ കനോണിലേക്ക് വരുമ്പോ നമുക്ക് ഇത് 1200 ആകും. ഇത് നമുക്ക് 18 മെഗാ പിക്സൽ സെൻസർ വരുന്നത്.
പക്ഷെ നല്ല ഔട്ട്പുട്ട് ആയിരിക്കും. ഓക്കെ. ഈ പീസൊക്കെ എന്ന് പറഞ്ഞാല് തീരെ യൂസ് ചെയ്യാത്തൊരു പീസാണ്. പക്ക നീറ്റില്ലേ? തിളങ്ങും. ഓക്കെ. ഇതിന് നമുക്കൊരു 15-16 റേറ്റിൽ കൊടുക്കാൻ പറ്റും. കിറ്റ് ലെൻസ് അടക്കമാണ് എല്ലാ റേറ്റും പറയുന്നത്. ഓക്കെ. ലെൻസ് അടക്കം നമുക്ക് 15-16 റേഞ്ചിൽ കൊടുക്കാം. ഓക്കെ. ഇതിന്റെ മുന്നേ ഒരു മോഡൽ ഉണ്ട് 1100 എന്ന് പറഞ്ഞിട്ട്. 1100 എന്ന് പറഞ്ഞാൽ 13 മെഗാ പിക്സലാണ്. ഒരു സ്റ്റാർട്ടിങ് നോക്കുന്ന ആൾക്കാർക്ക് നമുക്കൊരു 13 രൂപയ്ക്ക് ആ 1100 കൊടുക്കാൻ പറ്റും. സ്റ്റാർട്ടിങ് പഠിക്കാനും അതിന്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അത് മതി. പിന്നെ അത്യാവശ്യം നല്ല പിക്ചേഴ്സും കാര്യങ്ങളും എടുക്കാം. മെയിൻ ആയിട്ട് വരുന്ന ഇതിന്റെ ലെൻസാണ്. നല്ല ക്വാളിറ്റി ലെൻസസ് യൂസ് ചെയ്ത ചെറിയ ബഡ്ജറ്റ് ക്യാമറയിൽ വരെ നല്ല പിക്ചേഴ്സ് എടുക്കാൻ പറ്റും. മാക്സിമം നമുക്ക് ലെൻസ് അതൊക്കെ നിങ്ങൾ നേരിട്ട് വന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ട് സാധനം സെലക്ട് ചെയ്യാം. ഇത് 1300, അതായത് 12ന്റെ തൊട്ട് അപ്ഗ്രേഡഡ് വെർഷൻ ആയിട്ട് വരുന്നതാണ്. 18 പിക്സലൊക്കെ 18 മെഗാ പിക്സൽ തന്നെ വരുന്നത്. പക്ഷെ ഇതിന് അഡീഷണൽ ആയിട്ട് ഒരു വൈഫൈ കൺട്രോൾ കൂടി വരുന്നത്. നമുക്ക് വൈഫൈ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിക്ചർ എടുക്കാനും കൺട്രോൾ മീൻസ് ട്രാൻസ്ഫർ ചെയ്യാനും ഔട്ട്പുട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ. നമുക്ക് റേറ്റ് നമുക്കൊരു 18 രൂപ വരെ റേറ്റ് വരുന്നുണ്ട്. 18 വരെ അല്ലേ? അതെ. ഇത് 550D എന്ന് പറയും നിക്കോന്റെ. അത്യാവശ്യം നല്ലൊരു മോഡലാണ്. അതായത് കാനോൺ സ്റ്റാർട്ടിംഗ് പ്രൈസിൽ, അതായത് മൈക്കിന്റെ സ്റ്റാർട്ടിങ് വരുന്നത് ഈ ഒരു മോഡൽ നമുക്ക് കൊടുക്കാം. ഒരു വ്ലോഗിങ്ങിനൊക്കെ പക്കായിട്ട് പറ്റൂല. അതെ. ഇതൊരു 16-18 ആ റേഞ്ചിൽ കൊടുക്കാം. ഇത് 3000 ഇപ്പൊ റിലീസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ലോ ബഡ്ജറ്റ് ക്യാമറ എന്ന് വേണേൽ പറയാം. ഇതിന് ഫ്രഷിന് ഏകദേശം 33 രൂപ വരുന്നുണ്ട്. നമുക്കൊരു 18 രൂപയ്ക്ക് സെയിം കണ്ടീഷനിലുള്ള സാധനം കൊടുക്കാൻ പറ്റും. പകുതി വിലക്കാണ് കൊടുക്കാൻ പറ്റും. ആ ഒരു പക്ക നീറ്റ് പീസ്. അതെ. ഫുൾ കിറ്റ് ആയിരിക്കും. പിന്നെ ഒരു അഡീഷണൽ എന്ന് പറഞ്ഞാല് നിങ്ങൾ പുതിയ ക്യാമറ എടുക്കുന്ന സമയത്ത് ബാഗ് പോലും കിട്ടൂല. നമ്മൾ ആ ബാഗ് സാധനങ്ങളെല്ലാം കൂടി കൊടുക്കുക. അതിന്റെ കിറ്റും കൂടി നമ്മൾ ഇതിന്റെ കൂടെ ഈ റേറ്റ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ. ഇത് 4000D ആണ്. 3000D പുറത്തുള്ള പീസ്. ഗൾഫ് പീസ് ഇവിടെ ഇറങ്ങൂല. ഇത് അത്യാവശ്യം കുറച്ച് ബിൽഡ് ക്വാളിറ്റി കുറച്ചുകൂടി ഇൻക്രീസ് ആയിട്ടുള്ള ഒരു മോഡലാണ്. റേറ്റ് വരുന്ന ഒരു 18-500 ആ റേറ്റിൽ തന്നെ വരും. സെയിം ഫീച്ചർ ആയിരിക്കും. പക്ഷെ ബിൽഡ് ക്വാളിറ്റി കുറച്ചുകൂടി മാറ്റം. ഇത് 2000D, നമ്മളെ ഇന്ത്യൻ മോഡൽ 1500D എന്ന് പറയാം. അതിന്റെ പുറത്തുള്ള മോഡലാ. പുറത്തുള്ള ഈ 1500D ഇപ്പൊ ഇറങ്ങുന്ന പറഞ്ഞാൽ 41,000 രൂപയാണ് ഫ്രഷിന്റെ റേറ്റ്. സെയിം കണ്ടീഷനും കാര്യമുള്ള സാധനം നമുക്കൊരു 23,000 രൂപയ്ക്ക് കൊടുക്കാം. ചെയ്യാൻ പറ്റും. അത് ഫുൾ കിറ്റ്. ഇത് ഏകദേശം 2000D ഏകദേശം നമുക്കൊരു 24,000 രൂപ ആ റേഞ്ചിൽ കൊടുക്കാം. എല്ലാം നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു പകുതിക്ക് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് 100D എന്ന് പറയും. അത്യാവശ്യം കോമ്പാക്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. പക്ഷെ ഇതിന് മൈക്ക് ഇൻപുട്ടും വരുന്നുണ്ട്. ചെറിയ മോഡലാണേലും മൈക്ക് ഇൻപുട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഫ്ലിപ്പ് അല്ലെങ്കിൽ കൂടിയിട്ട് ടച്ച് ഡിസ്പ്ലേ വരുന്നത്. അപ്പോ അത്യാവശ്യം വീഡിയോഗ്രാഫിക് ഒക്കെ നമുക്ക് ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഫോക്കസിംഗ് ഒക്കെ നമുക്ക് ടച്ച് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ റേറ്റ് വരുന്നത് ഇത് നമുക്കൊരു 22 റേഞ്ചിൽ 22 രൂപ. ഇത് 700. നമുക്ക് ഞാനൊക്കെ ഒരു ഫാൻ ആയ ഒരു മോഡൽ ക്യാമറയാണിത്. ഇതിൽ ടച്ച് ഉണ്ട്, ഫ്ലിപ്പ് ഡിസ്പ്ലേ ആണ്, 360 ഫ്ലിപ്പ് വരുന്നുണ്ട്, ടച്ച് ഉണ്ട്. ഇതിന്റെ സെൻസർ ഫോട്ടോ ക്വാളിറ്റി എന്ന് പറഞ്ഞാലും മാരക സാധനം. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അടിപൊളി ഒരു ക്യാമറ തന്നെ വേണമെങ്കിൽ പറയാം. ഇത് നമുക്കൊരു 22-24 കൊടുക്കാം. 22 മുതൽ 24 വരെ നമുക്ക് വരുന്ന പീസുകൾ. അപ്പൊ അതാണ് ഒരു ഒന്നുകൂടി ഒരു ഹയസ്റ്റ് ലെവലിൽ ഒരു ഫോട്ടോഗ്രാഫി പ്ലസ് വീഡിയോഗ്രാഫി നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് നല്ലൊരു ഓപ്ഷനാണ്. ശരിക്കും നമുക്ക് അത്യാവശ്യം നല്ല വെർത്തായ ഒരു മോഡൽ എന്ന് പറയുന്നത്. ഇതിന്റെ അതേ ഒരു സെയിം ഫീച്ചർ ഒക്കെ വരുന്ന ഒരു വേറൊരു സീരീസ് ആണ് റിബൽ T4i എന്ന് പറയുന്നത്. നമ്മളെ പുറത്തത്തെ മോഡലാണ് വരുന്നത്. ഇത് ഇവിടുത്തെ 650 സർവീസ് ഒക്കെ വിഷയം വരികയാണെങ്കിൽ A to Z സ്പെയറും കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആയിരിക്കും. നമ്മൾ ഇവിടുന്ന് സെയിൽ ചെയ്യുന്ന സാധനത്തിന്റെ എല്ലാ സ്പെയറും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇത് നമുക്കൊരു 23 റേഞ്ചിൽ കൊടുക്കാം. 23 രൂപ അല്ലേ? പക്ക പീസ് എന്ന് പറയാ. ഫ്രഷ് വാങ്ങി യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇത് എടുക്കുന്ന ആൾക്ക് യൂസ് ചെയ്യാം. സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഇത് 600D. ഇത് ലോ ബഡ്ജറ്റില് ഫ്ലിപ്പ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു മോഡലാണ്. ഇത് നമുക്കൊരു ഏകദേശം 18,000
20,000 ആ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, നല്ലൊരു ബഡ്ജറ്റില് നല്ലൊരു അടിപൊളി ക്യാമറ. അതെ. ഓക്കെ, ഇത് 750D. ഇത് നമുക്ക് വൈഫൈന്റെ ഒരു ബേസിക് സ്റ്റാർട്ടിങ്, അതായത് ടച്ചും ഫ്ലിപ്പും ഒക്കെ വരുന്നതിൽ സ്റ്റാർട്ടിങ് വൈഫൈ മോഡൽ കൂടി വന്ന് ഒന്നുകൂടി ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോഡൽ. ഇത് നമുക്കൊരു 30 രൂപ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും. 30 രൂപ അല്ലേ? അത്യാവശ്യം വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കും ഒരേ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. വെയിറ്റും അധികം ഇല്ല, എന്നാൽ രണ്ടും നമുക്ക് എല്ലാ ഫീച്ചറും യൂട്ടിലൈസ് ചെയ്യാം. ആ ഒരു മോഡലാണ്. 30 രൂപ. 30 രൂപ. ഇത് 800D, നമ്മളെ നേരത്തെ കണ്ട 700D അപ്ഗ്രേഡഡ് വെർഷൻ ആണ്. 800D. ഇത് നമുക്കൊരു 33-35 ആ റേഞ്ചിൽ കൊടുക്കാം. ഇതാണ് പിന്നെ പറയാ റിബലിന്റെ SL2. ഇത് നമുക്കിവിടെ 200D എന്ന് പറയാം. നമ്മൾ 100D നേരത്തെ ഒരു കോമ്പാക്ട് സാധനം കണ്ടില്ലേ, അതിന്റെ ആ ഒരു മെത്തേഡിൽ തന്നെ വരുന്ന സാധനമാണ്. കോമ്പാക്ട് ആണ്. മിറർ ഉള്ള ക്യാമറ ആണെങ്കിൽ പോലും മിറർലെസിന്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ വീഡിയോ വ്ളോഗിങ്ങിനൊക്കെ സെറ്റ് ആയിട്ട് വരുന്ന ഒരു ക്യാമറ. അതെ, കോമ്പാക്റ്റും ആണ്, ടച്ച് ആണ്. ഡിസ്പ്ലേ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അടിപൊളി ക്വാളിറ്റിയാണ് ഇതിന്റെ. ടച്ചും വരുന്നുണ്ട്. പിന്നെ മൈക്ക് ഇൻപുട്ട് ഉണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. ഇത് നമുക്കൊരു 30 to 33 റേഞ്ചിൽ കൊടുക്കാം. 30 to 33 അല്ലേ? 33 വരെ മാക്സിമം വരും. ഇത് അതിന്റെ ഒരു ഇന്ത്യൻ മോഡലാണ്. ഇത് യൂസ് ചെയ്തിട്ടില്ല സാധനം. അത്രയും ഗ്യാരണ്ടി. ഒരു 500 ഫോട്ടോ മാക്സിമം ഫോട്ടോ, ഒരു 100 ഫോട്ടോ എടുത്തിട്ടുണ്ടാവും. നമ്മൾ 500 ഒരു ഗ്യാരണ്ടിക്ക് പറയാണ്. ഇതിന്റെ ഒരു തീരെ നമുക്ക് മൗൾഡ് ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല. പക്ക നീറ്റ് പീസ്, പെർഫെക്റ്റ് പീസ്. നമ്മളെ റേറ്റ് വരുന്നത് 33, മാക്സിമം 33 നമ്മളെ വരുള്ളൂ. ആ ഒരു തന്നെ വരുന്നത്. അതെ. ഇത് 200D Mark II. ഇത് വൈഫൈ പീസ് ആണ്. ഒരു 1 year വാറണ്ടി വരുന്നുണ്ട്. അപ്പോ നമുക്കിത് ഒരു 500-600 ഷട്ടർ മാക്സിമം ആയിട്ടുള്ളൂ. ലെസ് യൂസിംഗ് എന്ന് പറയാം. 4K സ്റ്റാർട്ടിംഗ് ആണിത്. 4K കൂടി വരുന്നുണ്ട്. അതെ. ഇത് വാറണ്ടി 1 yearന്റെ മേലെ വരുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു 41 കൊടുക്കാം. 41 അല്ലേ? ഫ്രഷ് പീസിന് നമുക്ക് എത്ര വരും? ഫ്രഷ് പീസ് ഏകദേശം 60 ആ റേഞ്ചിൽ വരുന്നുണ്ട്. നമുക്കൊരു 20 രൂപ 20ന്റെ അടുത്ത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇത് 250D Mark IIന്റെ ഒരു ചെറിയ അപ്ഗ്രേഡ് അല്ല, പുറത്തത്തെ മോഡൽ. നമുക്ക് ദുബായ് പീസ് ഒക്കെ ആയിട്ട് വരുന്ന ഒരു മോഡലാണ്. ഇത് സെയിം ഫീച്ചറും കാര്യങ്ങളായിരിക്കും. ഇതൊരു 38-39 റേഞ്ചിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അതെ. ഇതൊക്കെ നമ്മൾ ഏകദേശം കണ്ട മോഡൽസ് തന്നെയാണ്. നമുക്ക് എല്ലാം നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളതാണ്. അല്ലേ? അപ്പൊ നമുക്ക് ഓരോന്നിനും ഓരോ മോഡലിന് നമുക്ക് എടുത്ത് കാണിച്ചു. അപ്പൊ അതാണ് നമ്മളൊരു 30 രൂപ മുതൽ 33, 17 മുതൽ 22 എന്നൊക്കെ പറയുന്നത് പല പല ക്വാളിറ്റിയാണ് അനുസരിച്ചാണ്. ഇവിടെ നിങ്ങൾ നോക്കിയാണോ ബാക്കിൽ ബോക്സ് പീസ് ആയിട്ടും അല്ലാതെ എല്ലാ മോഡൽസും അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇനി അടുത്തത് ഡ്രോൺ അല്ലേ? ഡ്രോണുകൾ നമുക്ക് ഇഷ്ടംപോലെ കളക്ഷൻസ് വരുന്നുണ്ട്. ഇപ്പൊ ഡ്രോൺ ആണ് ഏറ്റവും കൂടുതൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഡ്രോൺ ഷോട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ വെച്ചാ ഒരു സ്പെഷ്യൽ വ്യൂ ആണ് തരുന്നത്. നമ്മൾ കണ്ടു മടുത്ത ഒരു വ്യൂ ഒരു ചേഞ്ച് ആയിട്ടുള്ള ഒരു സാധനം. അത് നമുക്കൊരു ലോ ബഡ്ജറ്റിൽ നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റും. ഒരു ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഒരു 25K 25,000 രൂപയ്ക്ക് ഒരു ഡ്രോൺ കൊടുക്കാം. മിനി എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. ഇത് 2.7K ഷൂട്ട് ചെയ്യാൻ പറ്റും. ലൈസൻസ് ഒന്നും വേണ്ടല്ലോ. ഇതിന് 249 ഗ്രാമ വരുന്നത്. നമ്മള് ഇതിനനുസരിച്ച് 250ക്ക് മേലെയാണ് ലൈസൻസ്. കാര്യങ്ങളൊന്നും വേണ്ട. 25 രൂപ. ഇത് ടോയ് കാറ്റഗറിയാണ്. ഇത് മിനി എന്നുള്ള പേരുണ്ടെങ്കിൽ പോലും ഇത് വമ്പൻ തന്നെ പറയാം. ക്വാളിറ്റി ഒക്കെ പക്കയാണ്. ഇതിന് വെയിറ്റില് മാത്രമാണ് ഈ മിനി ഉദ്ദേശിക്കണുള്ളൂ, അല്ലാതെ വർക്കിങ്ങോ പെർഫോമൻസോ ക്വാളിറ്റിയോ അല്ല. നമുക്ക് ആ ഒരു പിന്നെ ലൈസൻസിന്റെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിട്ട് ആ ഒരു ലെവലിൽ എഴുതി ഇറങ്ങിയൊരു മോഡൽ അല്ലേ? ഇതിന്റെ അടുത്ത മോഡലാണ് ഒരു മിനി 2 SC എന്ന് പറയും. ഈ പീസ് ഒന്നും തീരെ യൂസ് ചെയ്തിട്ടല്ല, നമ്മൾ ഇവിടെ തന്നെ ചെക്ക് ചെയ്ത ആ ചെക്കിങ്ങിന്റെ ഇത് മാത്രമേ ഉള്ളൂ. ഇത് നമുക്കൊരു മിനി 2 SC 2.7K തന്നെയാണ്. പക്ഷെ സെൻസർ സൈസും കാര്യങ്ങളൊക്കെ കൂടുതൽ വരുന്നുണ്ട്. പിന്നെ ബാറ്ററി വരുന്നത് ഹയർ മീൻസ് കൂടുതൽ ബാക്കപ്പ് വരുന്നുണ്ട്. അപ്പൊ ഇതിന് കോംബോ ആയിട്ട് ഒരു 3 ബാറ്ററി ചാർജിങ് ഹബ്ബ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിന്റെ RCയും ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്.
അപ്പോ ഈ ആർസിയും കാര്യങ്ങളൊക്കെ മാറി വരുന്നോണ്ട് തന്നെ ഈ ഒരു 3 ബാറ്ററിയും വരുന്നുണ്ട് അല്ലേ? ഇതല്ല വരുന്നത്, അതിന്റെ വേറെ കോംബോ വരിക. ഓക്കെ. അത് നമുക്കൊരു 45 റേഞ്ചിൽ കൊടുക്കാം. 45 രൂപക്ക് അല്ലേ? അതെ. ഫ്രഷ് ഒക്കെ ഏകദേശം നമുക്ക് ഇതിന് എത്രയൊക്കെ വരും? ഇതിന് ഏകദേശം 70 രൂപയോളം വരുന്നുണ്ട്. ഒരു 30-ന്റെ മുകളിൽ പിന്നെ ആ ഒരു 3 ബാറ്ററി കാര്യങ്ങളൊക്കെ വരുമ്പോ നമുക്ക് ഏകദേശം നല്ലൊരു എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇത് പിന്നെ അടുത്തൊരു മിനി 3 പ്രോ. ഇപ്പൊ എല്ലാരും റീൽസിലല്ലേ കളിക്കണത്. ഈ ഒരു ഇതില് ഈ മോഡൽസ് ഒക്കെ എന്ന് പറഞ്ഞാല് നമുക്ക് റീൽ ഷൂട്ട് കഴിയൂല. നേരെ നമുക്ക് 16:9 ആ ഒരു റേഞ്ചിന് പറ്റും. ഇത് നമുക്ക് റീൽസ് വെർട്ടിക്കൽ ആയിട്ട് റൊട്ടേഷൻ ചെയ്യാം. 9.16 ചെയ്യാൻ പറ്റും. ആ ഒരു സ്പെഷ്യൽ എഡിഷനിലാണ് വരുന്നത്. ഇത് 180 ഡിഗ്രി പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, പിന്നെ സെൻസർ പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. ഇത് 4K റെക്കോർഡിംഗ് ഉണ്ട്. ഇതിന് ഈ ചാർജിങ് ഹബ്ബ്, 3 ബാറ്ററി. ഇതിന് മറ്റേതൊക്കെ നമുക്ക് മൊബൈൽ ആഡ് ചെയ്യണം. ഇതിന് ഇൻബിൽട്ട് ആയിട്ട് സ്ക്രീനും കാര്യം വരുന്ന RC വരുന്നത് എല്ലാം. ഇത് നമുക്കൊരു 90 ആ റേഞ്ചിൽ കൊടുക്കാം. 90 റേഞ്ച്. ഫ്രഷിന് ഏകദേശം 130 ആ റേഞ്ചിൽ വരും. 10-50 രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റൂല. അടിപൊളിയാണ്. ഇതിന്റെ കൂടെ കിറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് പിന്നെ അതിന്റെ അപ്ഗ്രേഡഡ് വെർഷൻ ആയിട്ട് വരുന്ന മിനി 4 പ്രോ. 360 ഡിഗ്രി പ്രൊട്ടക്ഷൻ വരുന്ന ഒരു സാധനം. ഇതും അതുപോലെ പറഞ്ഞ പോലെ തന്നെ ഫുൾ കോംബോ ആയിട്ടാണ് വരുന്നത്. ഇത് പ്ലസ് കോംബോ ആണ്. അതായത് 45 മിനിറ്റോളം ഒരു ബാറ്ററി നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റും. 45 മിനിറ്റ് ഫ്ലൈ ചെയ്യാം. അപ്പൊ അത്യാവശ്യം നല്ല ഒരു നമുക്ക് 2.5 മണിക്കൂർ ഇല്ലേ? 45 1.5 മണിക്കൂർ. അതെ, നല്ല ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് അതിന്റെ RC ആണ് വരുന്നത്. RC ഈ കോംബോ എടുക്കുന്നവർക്ക് ഇതിന്റെ ഫുൾ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇത് നമുക്കൊരു 1.10 കൊടുക്കാം. 1.10 അല്ലേ? ഫ്രഷിന് ഏകദേശം എത്ര വരും? ഫ്രഷ് നമുക്ക് ഒരു 1.40 ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. അതിന്റെ തന്നെ നമ്മളെ അടുത്ത് സീൽഡ് ബോക്സ് അവൈലബിൾ ആണ്. ഒരു 1.18 റേഞ്ചിൽ സീൽഡ് ബോക്സ് കൊടുക്കാം. അപ്പൊ നമുക്ക് നല്ല ബെസ്റ്റ് പ്രൈസിൽ നമുക്ക് ഇതൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ലെൻസുകളും വരുന്നുണ്ട്. ലെൻസുകൾ നമുക്ക് A to Z ലെൻസുകൾ വരുന്നുണ്ട്. ഇതിപ്പോ നമുക്കൊരു കോംബോ ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ മോഡൽസ് ആണ്. 5D Mark III വിത്ത് 70-200. നമ്മള് ഈ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ഒക്കെ ഇപ്പൊ ട്രെൻഡായി കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഒരു ലോ ബഡ്ജറ്റില് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി തുടങ്ങാൻ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോംബോ എടുക്കാം. ഒരു 40,000 രൂപ 41,000 രൂപയ്ക്ക് ഈ സാധനം കൊടുക്കാം. ഏകദേശം ഈ ലെൻസിന്റെ വില തന്നെ വരും. അതെ, ഈ ലെൻസിന് ഏകദേശം പുതിയ ഇറങ്ങിയ സമയത്ത് ഏകദേശം 80-90 രൂപ വില ഉണ്ട്. അതിന്റെ പകുതി വിലക്കാണ് ഇപ്പൊ നമുക്ക് ഈ മൊത്തം സാധനം. ബോഡി ഏകദേശം ഒന്നിന്റെ മേലെ വില ഉണ്ട്. രണ്ടും കൂടിയാണ് നമുക്കൊരു 40 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുക. പിന്നെന്ന് പറഞ്ഞാൽ ഇത് അതായത് ഇതിന് പോവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, വൈൽഡ് ലൈഫ്. നമുക്ക് 150-600 എന്ന് പറഞ്ഞ ലെൻസ് അത് സിഗ്മന്റെ. ഇത് 7200 പറഞ്ഞ മോഡലോ, അത്യാവശ്യം അടിപൊളി. ഇത് ഈ 600 ലെൻസ് ഇട്ടാൽ തന്നെ ഏകദേശം 90ന്റെ അടുത്ത് നിങ്ങൾക്ക് സൂമിങ് കിട്ടും. ഇതിന് പിക്ചർ എടുത്താൽ വേറൊരു ലെവല് സാധനമായിരിക്കും. ഈ ലെൻസിന് തന്നെ ഒന്നിന്റെ മേലെ റേറ്റ് വരുന്നുണ്ട്. ബോഡിക്കും ഏകദേശം ആ റേറ്റ് തന്നെ വരുന്നുണ്ട് ഫ്രഷില്. 75 ആ റേഞ്ചിൽ കൊടുക്കാം. രണ്ടും നമുക്ക് 3-1 റേറ്റ് എന്ന് പറയാം. ചിലപ്പോ നമുക്ക് ഇഷ്ടംപോലെ ഓഫേഴ്സ് കാര്യങ്ങൾ കോംബോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റൂല. ഇഷ്ടംപോലെ ഓഫേഴ്സും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇതുപോലെ നമുക്ക് ഇനിയിപ്പോ പിന്നെ ആക്ഷൻ ക്യാമറാസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഗോപ്രോ ഒക്കെ വരുന്നുണ്ട്. ഗോപ്രോ 10 ഒക്കെ 2 മാസം യൂസ് ചെയ്ത സാധനങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് 28,000 രൂപയ്ക്ക് വരുന്നത്. സെയിം കണ്ടീഷനിലുള്ള സാധനം 20,000 രൂപയ്ക്കാണ് വരുന്നത്. അത് പുറത്തോടെ ബോക്സ് വെച്ച് അതുപോലെ തന്നെ വിത്ത് വാറന്റിയാണ്. 22 മാസം വാറന്റി ലെഫ്റ്റ് ഉണ്ട്. 22 മാസം വാറന്റി ഉണ്ട്. ഇതെങ്ങനെ നമുക്ക് റേറ്റ് വരുന്നത്? ഇത് 20,000 രൂപ. 20,000. ഫ്രഷിന് ഏകദേശം നമുക്ക് 28,000 രൂപ റേഞ്ചിൽ ഫ്രഷിന് വരുന്നുണ്ട്. ഒരു 8,000 രൂപ ഗ്യാപ്പിൽ നിങ്ങൾക്ക് എടുക്കാം. ഇത് പിന്നെ Insta360 X3 ആണ്. ഇത് ഈ പറഞ്ഞ പോലെ എടുത്തവരാരും വല്ലാണ്ട് കൊടുക്കലില്ല. അത്രയും അടിപൊളിയാണ്. നമ്മള് വെഡിങ്ങിന് എല്ലാത്തിനും ഇപ്പൊ ട്രാവലേഴ്സ് എല്ലാരും യൂസ് ചെയ്യുന്ന ഒരു അടിപൊളി ക്യാമറയാണ് അല്ലെ? ഇതെങ്ങനെ നമുക്ക് റേറ്റ്? ഇത് നമുക്ക് ഒരു 30 ആ റേഞ്ചിൽ കൊടുക്കാം. 30 രൂപ. നേരത്തെ നമ്മള് ഡ്രോൺ കണ്ടില്ലേ, നമുക്ക് ചെറിയ ഒരു ഹൈറ്റില് നമുക്ക് ഒരു ഡ്രോണിന്റെ ഫീൽ നമുക്ക് ഇതിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ അതിന് നമുക്ക് ഇതിന്റെ ഒരു സ്റ്റിക്ക് ഉണ്ട്, അതിന് കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കാം. ഈ ഒരു റേറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. ആക്സസറി അത് മെമ്മറി കാർഡൊക്കെ
ഹോൾസെയിൽ റേറ്റിന് നമ്മളിപ്പോ കൊടുത്തോണ്ടിരിക്കുന്നത്. സെയിൽ റേറ്റ് നമുക്ക് ഏതാണ് ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് അല്ലെ? അതെ അതെ 32, 64 അങ്ങനെ എല്ലാം എല്ലാ ഇതും ഉണ്ട്. പിന്നെ പെൻഡ്രൈവ് ആണെങ്കിൽ ഈ വർക്ക് കാര്യങ്ങളൊക്കെ എടുത്ത് ഡാറ്റ കോപ്പി ചെയ്ത് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് ചീപ്പ് റേറ്റിന് നമ്മള് ഇത് കൊടുക്കും, എവിടെയും കിട്ടാത്ത പ്രൈസിന്. അത് നമ്മളെ ഗ്യാരണ്ടിയാ. ഓക്കെ, അപ്പൊ എല്ലാം നമുക്ക് ഓഫർ റേറ്റിലാണ് വരുന്നത്. ഏതൊരു ഐറ്റത്തിലും നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഡി ക്യാമിന്റെ ഒരു പ്രത്യേകത അല്ലെ. പിന്നെ നമ്മൾ ലെൻസസ് ഒക്കെ നോക്കേണ്ടത് നമുക്ക് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ലെൻസസ് ഇവിടെ ഉണ്ട്. എല്ലാം കൂടി നമ്മൾ പരിചയപ്പെടുന്നില്ല. ഇനിയിപ്പോ നിങ്ങൾ ക്യാമറ എടുക്കുമ്പോൾ അതൊക്കെ നമുക്ക് ഒന്നുകൂടി മാക്സിമം അതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരും എന്നുള്ളതാണ് നമ്മൾ ഡി ക്യാം പറഞ്ഞിട്ടുള്ളത്. മാക്സിമം നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് തന്നിട്ടുണ്ട്. നിങ്ങൾ വരിക, നേരിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സാധനം എക്സ്പീരിയൻസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് സൂട്ടബിൾ എന്ന് നിങ്ങളെ കണ്ണുകൊണ്ട് നിങ്ങൾ ബോധ്യപ്പെട്ടിട്ട് ആ സാധനം സെലക്ട് ചെയ്തിട്ട് പോവുക. അതിൽ മാക്സിമം ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, വിട്ടുവീഴ്ചയൊക്കെ ചെയ്യാം, മാക്സിമം ചെയ്യും. ഇനി അതെല്ലാം ഇനി വരാൻ പറ്റാത്തവർക്കാണെങ്കിൽ നമുക്ക് കൊറിയറും ചെയ്ത് കൊടുക്കാം അല്ലെ. ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ഫ്രീ ആണ്. ഷിപ്പിംഗ് ഫ്രീ ആയിട്ട് നമുക്ക് ഈ റേറ്റ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് അങ്ങനെയും സൗകര്യങ്ങൾ കാര്യങ്ങളെല്ലാം നമുക്ക് ഡികാം ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മളിന്ന് അതിലിന്റെ അടുത്തായിരുന്നു കുറെ ആയിട്ട് അതിലിങ്ങനെ വരാൻ പറയുന്നത്. അപ്പൊ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായിരുന്നു, എനിക്കും അതേപോലെ ക്യാമറ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ അത് നോക്കാം, എങ്ങനെ മൾട്ടിപർപ്പസ് ആയിട്ട് അതിന്റെ കൂട്ടത്തിലൊരു വീഡിയോ കൂടി ഞാൻ കണ്ട ആ ഒരു സംഗതികൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്താം. ഒത്തിരി ആളുകൾ ക്യാമറ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അത്ര ആളുകൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങളെ ഫ്രണ്ട്സോ ഫാമിലി ആരെങ്കിലും ക്യാമറ ഒക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. റിയാസ് ആൻഡ് അതുൽ സൈനിങ് ഓഫ്.